അപ്പൊ അങ്ങനെ നമ്മള് തിരികെ വീട്ടിലെത്തി. അതെ, അപ്പൊ ഇന്ദു ചേട്ടൻ വന്നിരിക്കുകയാണ് തട്ടകത്തിലേക്ക്. അതെ, അപ്പൊ നമ്മള് കൊറേ ദിവസത്തിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് മടങ്ങി ഒരു സമാധാനായിപ്പോയി. ആദ്യം നല്ല സമാധാനമാണ്, പക്ഷെ എങ്കിൽ നമ്മള് ഏടെ പോയാലും നമ്മള് വീട്ടിൽ വന്ന് നിക്കുമ്പോ ആ ഒരു ഇത് വേറെ അങ്ങനെയാണ്. നമ്മളൊരു കല്യാണത്തിലും പോയാല് നമ്മളെ വീട്ടിലെ പുളിങ്കറിയും ചോറ ഒപ്പം പറഞ്ഞാൽ അത് തിന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെ. ചില സ്ഥലത്തെല്ലാം കല്യാണത്തിന് പോയാൽ തിരിച്ചു വന്നിട്ട് ഉപ്പും പറഞ്ഞു അപ്പൊ കല്യാണത്തിന് വന്നാലും തിന്നലുണ്ട്. അതാണ് തടിയൊരു രഹസ്യം. ഇല്ല പേച്ചി അത്ര അടിയൊന്നുമില്ല, വലിഞ്ഞ ചേച്ചി. അയ്യോ ഓവർ തടിയായാലും സൂക്കടായിരിക്കും, വേണ്ട. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നലെ വന്നു, സന്ധ്യ ആയിന് എത്തുമ്പോ വന്നപ്പാട് നമ്മളെ മീനൂനെല്ലാം കണ്ടു, മീനെല്ലാം. അപ്പൊ ഇന്നലെ നമ്മള് വരുന്ന നമ്മളെയും നോക്കി. അതിന്റെ എങ്ങനെയുണ്ട് പരീക്ഷ എടുക്കുമ്പോ എന്തുണ്ട് പരിപാടി പഠിത്തല്ലോ? പരീക്ഷ 3-ാം തീയതി, മാർച്ച് 3-ാം തീയതി പരീക്ഷ തുടങ്ങി. അപ്പൊ നമ്മള് ഇന്നലെ ഒരു 3 മണിയാകുമ്പോ അവരോട് എല്ലാരോടും യാത്ര പറഞ്ഞ് നമ്മൾ മടങ്ങിയത്. നമ്മളെ സ്വന്തക്കാരനുണ്ടല്ലോ വീടാ, നമുക്ക് എന്താവശ്യത്തിന് വിളിച്ചാലും വരാനുള്ള ഒരു ധൈര്യം എനക്ക്. അപ്പൊ എന്നാല് എന്തായാലും നോക്കി പോയിക്കോ. പോട്ടെ, മിന്നുത്തില്ലേട്ടാ. അങ്ങോട്ടേട്ടും പോയിനോ? അമ്മ അറിയില്ല, വിളിച്ചു നോക്കാം എന്തായാലും. ഏട്ടോ വരുന്ന എന്തല്ലാ അമ്മു ഇടുന്നു എടാ മെലിഞ്ഞു പോയേട്ടാ. ആ പ്രസവിച്ചിട്ടാണ് ചേച്ചിന്ന് കൊടുത്തോണ്ടുണ്ട് ഫുഡ്. മത്സ്യം എത്തിയല്ലോ, സന്തോഷായിട്ടാ കാണായിട്ടുണ്ട് മോനെ. വാ 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 വാ, മീന് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക്. വാ മീന് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മിനിറ്റണേ ഇതാടി. നമുക്ക് ഭയങ്കര ഒരു വിഷമേനും ദിവസം കാണായിട്ട്. നമുക്കതിനെ കാണായിട്ട് എന്നാ പറയണ്ടേ, ഒരു വീട്ടിലുള്ള മനുഷ്യനെ പോലെ തന്നെയാണ് ഒരെണ്ണം. നമുക്കത് ദിവസം ഇങ്ങനെ വിചാരിക്കും, നമുക്ക് ഇതിനെ പോകാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം വരുമ്പം തന്നെ മീനും വാങ്ങിയിട്ടാ വന്നിന്. ഈടെ വന്നു കാണുന്നില്ല. അപ്പൊ വിളിക്കുമ്പോഴൊക്കെ ഓടി വന്നു, കാക്ക പോലെ പോവുകയെന്ന്. തിന്നത് തിരക്കാടോ, കുറെ ദിവസമായി ഒരു ഫുൾ മത്തിയെല്ലാം കിട്ടിയിട്ട്. ഇല്ല ചേച്ചി മേടിച്ചു കൊടുത്തിനെ പറഞ്ഞേ, നമ്മളിടയിലെ മത്സ്യക്കാരൻ്റെ അടുത്തെല്ലാം പറഞ്ഞേ. അതുകൊണ്ട് മത്സ്യമെല്ലാം കിട്ടിയേ ഇല്ലില്ല. അപ്പൊ നമ്മളൊരു നായായാലും പൂച്ചയായാലും കൊയ്യായാലും നമ്മൾ അതിനെങ്ങനെ വളർത്തുമ്പോൾ അതും നമ്മളെ കുടുംബത്തിലെ അംഗം. അപ്പം അതിനൊരാക്കിയിട്ട് പോകുന്ന ഒരു വിഷമം ശരിക്കും നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അറിഞ്ഞു. ഇത്രപ്പാട് ദിവസം നമ്മൾ എല്ലാവരും കൂടി വിട്ടു നിന്നിട്ടേ ഇല്ല, അപ്പുറം ഇപ്പുറം ഒരാളെങ്കിലും ഉണ്ടായില്ലേ. അപ്പോൾ ഇപ്പം പോയാലും ചേച്ചിയും ഇവിടെ എല്ലാവരും എല്ലാ വീട്ടിലും പോയിട്ടുണ്ടെങ്കിലും നമ്മളെ വീട്ടിലെ കുട്ടിയും കാര്യങ്ങളും ഉള്ളത്. പിന്നെ ഇനി കേരണ്ടിക്കലി നേരെ ജനലിൻ്റെ അതിലിട്ടങ്ങ് കയറും. അത് പ്രസവിച്ചോടെ നമ്മൾ പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ കാണുമെന്നുള്ളൊരു വലിയൊരു ഇതേನು. മത്തിയെല്ലാം കൊടുത്ത് നല്ല ഉഷാറായി. ഇപ്പൊ തന്നെ ഇതായി. ചേച്ചിക്ക് 2-3 ദിവസമായാലും മത്തി കിട്ടാതെ ഇപ്പൊ. അപ്പൊ വന്നപ്പാടിന് നമ്മളിവിടെ എത്തിനെ. പക്ഷെ ഇവള് ഇന്ന് സെന്റ് ഓഫ് ആയിരുന്നു, 10ാം ക്ലാസ്സിന്റെ വിശ്വഭാരതിന്റെ സെന്റ് ഓഫ് ആയിരുന്നു. അപ്പൊ അതിന് പോയിട്ട് വരുന്നതുകൊണ്ട് അപ്പാട് പോയി കുളിക്കാണ്ട് കുട്ടികൾക്കാൻ കഴിയില്ല. അപ്പാട് പോയി കുളിച്ചാന്ന് എന്നിട്ട് വരുന്ന നമ്മളിപ്പോ. പിന്നെ നാളെ രാവിലെ മുതല് നാളെ എല്ലാ വിശേഷം പറഞ്ഞുതരാം. ഇവനെയാണ് നോക്കേണ്ട തിരക്കാണ്, നമ്മളിനി മുണ്ടില്ല അല്ലേ. മാമി വരുമ്പോ കൊറേ സാധനം കൊണ്ടുവന്നിട്ട് അവരാണ് കൊടുത്തേച്ചു. ഓള് വന്നേരെ അരി നോക്കലും തൊടലും കണ്ണു വരലും ലിപ്സ്റ്റിക് ഇടലും എല്ലാം. അതെല്ലാം ഇട്ടോക്കി, ഞാനും ഇട്ടോക്കി അടുത്ത് നോക്കിന്. പിന്നെ അതിലിടക്ക് അനക്ക് ചെറിയൊരു പരിപാടി തന്നെ. വയലില് മൂർച്ചെല്ലാം കഴിഞ്ഞു. ഇപ്പൊ കണ്ട വെറുതെ ഇടാൻ കഴിയില്ല. കുറച്ച് ചെറുപയരും മമ്പയരും ഓടാൻ വേണ്ടിട്ട് രാവിലെ അങ്ങോട്ടേക്ക് പോയിനേനു. ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് നട്ടന്റെ ഭാഗ്യന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നക്കിന് 1 മാസം പരീക്ഷ കഴിഞ്ഞ് തീർന്നാൽ 2 ദിവസം വെറുതെ ലീവാണ്. അന്നെ കൊണ്ട് പുറപ്പിക്കാൻ വേണ്ടിട്ട് അമ്മ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പ്രശ്നം. അപ്പൊ ഇന്ന് പറഞ്ഞ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇന്നലെ നടന്ന കുറെ കാര്യങ്ങളെല്ലാം കുറച്ച് കണക്കാണ്. അപ്പൊ നമുക്ക് എല്ലാ വിശേഷങ്ങളും അങ്ങനെ കടിച്ചു തരാം. അപ്പൊ നെല്ല് മുറിച്ചെല്ലാം കഴിഞ്ഞു. നെല്ല് മുറിച്ച കാണിക്കാൻ പറ്റില്ല, കവിയുടെ പ്രസവം ആയെന്നേനും മുതിരുന്ന്. അപ്പൊ നമ്മളെല്ലാരും ഹോസ്പിറ്റലിനും.
അപ്പോൾ ഷീറ്റെല്ലാം കൊണ്ട് കൊടുത്ത് അവരിരുന്ന് മൂർന്ന് നെല്ലെല്ലാം വീട്ടിലെത്തിച്ചു, ഉണക്കി വെച്ചു. ഇപ്പം കണ്ട വെറുതെ ഇടാൻ കയ്യിലാന്ന് വെച്ചിട്ട് ചെറുപയറും മമ്പയറും ഓടാൻ കണ്ട ചെറുപയർ അതോട് മമ്പയർ ഓടിയിടാം. ഗുരുതണ്ടപ്പോൾ ഓടിയിനും ഓടി അത് അടിച്ചു. ഇനിയിപ്പോൾ കാണുന്നില്ല ഇത് പ്രാവ് വന്ന് നിന്നിട്ട് ചെറുപയര ഓടിയെന്ന് വെച്ചാൽ പ്രാവ് വന്നിന് എല്ലാം പൊറുക്കും. അതുകൊണ്ട് ഓടിയിട്ടാകുമ്പോൾ ടില്ലർ അടിക്കുക. ഇല്ലേ പിന്നെ അവർ പൊറുക്കിയിട്ട് അങ്ങ് പോകും. കുറച്ച് അവർക്ക് കിട്ടുമപ്പാ, നമുക്ക് മാത്രം പോരല്ല, അവർക്കും വേണ്ടേ. രാവിലത്തെ ചായന്റെ കടിയും കറിയും എല്ലാം ആക്കണ്ടേ ഇനി കഞ്ഞിക്കല്ലോ. പുട്ടും ചെറുപയരും മമ്പയരും മത്തൻ കുമ്പളങ്ങി എല്ലാം കൂടി ഒരു പിടുത്തലുണ്ട് കഞ്ഞിക്ക് എല്ലാം ആയി കിട്ടിട്ട് എല്ലാം കാണിച്ചു തരാം കേട്ടാ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നെല്ലിന്റെ ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചിരുന്നു. അപ്പൊ ഇപ്രാവശ്യം അതേ കണ്ടത്തിൽ തന്നെ മമ്പയരും ചെറുപയരും ഇടുവന്ന്. ഇവിടെ ചെറുപയർ ഇടൂ, എന്നിട്ട് അന്ന് അടിക്കും കേട്ടാ. ടീച്ചറാ നമുക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടും. അവര് പൊറുക്കുന്ന അവര് പൊറുക്കോട്ട്, എല്ലാവർക്കും വേണ്ടേ. ഈ കണ്ടത്തിൽ ഇട്ടതിന് ശേഷമാണ് ടില്ലർ പൂട്ടുക. ഒരു കുട്ടി ഞാനിവിടെ അയച്ചു അത് മാത്രം പിടിക്കാണ്ട പോവാ പറയാൻ കഴിയില്ല, ഇട്ട പോലെ. അപ്പേക്ക് ഇവരെല്ലാം എത്തിയേട്ടാ, ഇവരെല്ലാം റെഡിയായി. ഇവരിതാ പൊറുക്കിക്കൊണ്ടിരിക്കും വന്നിട്ടാ. പയറാണെങ്കിൽ പ്രാവ് വന്നിട്ട് പൊറുക്കിക്കോട്ടപ്പോൾ അവർക്കും വേണ്ട, അവർക്ക് വേറെ ഒന്നും കിട്ടാനൊന്നുമില്ല, എല്ലാവരും കൊടുക്കാനൊന്നുമില്ലല്ലോ. അവരിങ്ങനെ പോയിട്ട് നമ്മളെ പോലെ തന്നെയല്ലേ, നമ്മളെ ജീവിതം പോലെ തന്നെയാണ് അവരും ചെയ്യുന്നുണ്ടാവുക. രാവിലെ എണീച്ചു പോയി പൊറുക്കി കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുത്തു എല്ലാം ആക്കി അതുപോലെ പിറ്റേന്ന് രാവിലെ വരും. അപ്പൊ ഇതുപോലെ എല്ലാരും ചെയ്യുന്നുണ്ടാവൂലേ. ടില്ലർ കൂട്ടുന്നത്. ഹായ്. രാവിലെ തന്നെ ഈ വയസ്സന്മാർ കുറെ ഇറക്കോല വെച്ച് നോക്കുന്നത്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോ അങ്ങനെ പറയാ, തേയില് കണ്ണിന് വെക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ പറിക്കല്, ചപ്പ് പറിച്ച് വറവാക്കല്, പയറ് പറിച്ച് വറവാക്കല്, പയറ് പറിച്ച് തല്ലല് എല്ലാം ഉണ്ട്. അത്ര നെല്ല് കാണിച്ച പോലെ തന്നെ എല്ലാം പയറിന്റെ കാണിക്കാനുണ്ട്. അപ്പോ കണ്ടത്തിൽ രാവിലെ തന്നെ ഒന്ന് വന്നെയാണ്. കുറേ ദിവസം ഇങ്ങോട്ട് വന്നിട്ട് രാവിലെ തന്നെ ഭയങ്കര രസമായിരുന്നു കാണാനും. എന്താ പറയുക, കുറേ ദിവസം കണ്ണിന് ഭയങ്കര ഒരു ഇതല്ലേ. കൂമ്പ് പൊട്ടിക്കേണ്ട സമയം ഇപ്പൊ അല്ല, മമ്പയര് പറിക്കുമ്പോന്ന് കൂമ്പ് പൊട്ടിക്കണ്ട. മമ്പയര് ഇഞ്ചപ്പര് വേവിച്ചിട്ട് കൂമ്പ് മുറിച്ചിട്ട് വറവാക്കിയാല് പിടിച്ചാക്കിട്ടില്ല കഞ്ഞിക്കൊന്നും. ഭയങ്കര ഇതിനകത്ത് തേനുണ്ടാവില്ലേ? ഉണ്ട്, തേനുണ്ട്. ഇതാ ഉറുമ്പുകൾ വന്നിട്ടുണ്ടാ, അട വെച്ചേരാ ഉറുമ്പേ, എനക്ക് വേണ്ട പാവം. ഇവരത് ഉറുമ്പുണ്ട്, അതിന് കുടിക്കാൻ വേണ്ടി നമ്മളെ നാളെ തന്നെ വെച്ചേട്ടാ. ചോപ്പുണ്ടാ ഉണ്ടാ. അപ്പൊ അങ്ങനെ ഇവര് വരുമ്പോ ലിബാമെല്ലാരും സോപ്പ് ഷാമ്പൂ ഒരു കിറ്റ് അങ്ങനെ മാമി കൊടുത്തതേ പോലെ ലിബാമ ആദ്യത്തെ കഴിച്ചു നോക്കി. കൺമഷി പിന്നെ ഷാമ്പൂല്ലേ? ഷാമ്പൂ ആയിരിക്കും അല്ലേ? വെളിച്ചെണ്ണ അങ്ങനത്തെ ഇട്ട് നോക്കുമ്പോ എല്ലാം എന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് നോക്കലെന്ന് ലിബാമ ഇട്ട് നോക്കി. ഇല്ല, കുറച്ച് കിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല. നല്ല സിന്ദൂർ പൊട്ടിയലുണ്ട് അല്ലെ കാണുമ്പോ. അത് മറ്റേ ഇത് എന്നപ്പോ പിയേഴ്സ് അതന്നെ ഇത് ആയുർവേദ സോപ്പേ ഉണ്ടാക്കൂല. എല്ലാ സാധനവും അവിടെ ആയുർവേദിക സാധനങ്ങളാണ്. അവരന്ന് കണ്ടിട്ടില്ല കാണുമ്പോ തേക്കാൻ തോന്നില്ല അല്ലേ? എന്നാൽ ഇതിൽ കൊണ്ടുവന്നാലും കൂടി തേക്കൂല, കുളിക്കൂല. എല്ലാം കൊളാക്കിട്ടുണ്ടാവും അല്ലേ? കണ്ണിന് കൺമഷി പോരാഞ്ഞിട്ടോന്ന് കേട്ടിട്ടില്ലേ? എന്തുണ്ട് അല്ല ഐറ്റം ഇങ്ങനെ ഉണ്ടല്ലോ. അല്ലെങ്കിലും ഞാൻ സുന്ദരി തന്നെയല്ലേ? നല്ല സുന്ദരി. ലിബാമ ഇട്ട് നോക്കുമ്പോക്ക് അമ്മേന്റെ മോളെ അതാ എനിക്ക് പറയാൻ മിന്നൂല മാന്തിട്ട് പോയാലോ എനക്ക് കാണാൻ കഴിയാതെ നിൽക്കുന്നുണ്ട്. ഭരണവാടായോണ്ട് എന്നാ പറയണ്ട, ഒരു വീട് 2 ദിവസം പൂട്ടിപ്പോയാലും മക്കളെ വൃത്തിയാക്കുന്നുണ്ട്. എന്നാലും നമ്മള് കൊണ്ടുവന്ന കോളുകളല്ലേ ഇത് എടുക്കലും വെക്കലെല്ലാം പണിയും തിരക്കുവാൻ നിന്ന്. അതിലടക്ക് കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് അടക്ക എടുത്തിട്ടുണ്ട്. ഇനി മോക്ക് കുളിക്കണം. അതിലടക്ക് മോള് കഞ്ഞിയും കറിയിലാക്കേണ്ട പരിപാടി മോള് നോക്കുന്നുണ്ട്. അന്റതും മോന്റതും തൊട്ടിലേ ഇല്ല, അലക്കേണ്ടത് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് അലക്കാം.
ഇന്നിപ്പം പോരാതെ എനിക്ക് ടെസ്റ്റ് ചെയ്ത് ഗുളിക മേടിക്കുന്ന ദിവസങ്ങൾ കഴിഞ്ഞു 2-3 വാങ്ങുമായിരുന്നു അതിലിടക്ക്. അതുകൊണ്ട് കുട്ടീനെ ഒന്ന് കാണിക്കണം. എന്തോ കയ്യില് വിരലെങ്ങാനും കുട്ടി കുത്തിപ്പോനെയും തോന്നുന്നു. കണ്ണി ചീഞ്ഞ് പറ്റുന്നുണ്ട്. അതൊന്ന് കുട്ടികളെ ഡോക്ടറെ കാണിക്കണം. ഒന്ന് അന്നി ഇന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ദിവസമാണ്. അതുകൊണ്ട് അതിനും പോണം ഉച്ചയ്ക്ക് ശേഷം. കഷായ കുടിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു നുള്ളു ഇതും കൂടി ചേർത്തിട്ട് കുടിക്കാൻ പറഞ്ഞു. ജീരക വറുത്ത് കുടിച്ചിട്ട്. കഷായം തന്നെ അരിഷ്ടാണോ കഷായം കഴിക്കുന്ന? അരിഷ്ടം നല്ല പുളിയുള്ള സാധനം. കയ്പൊന്നുമില്ല. കയ്പൊന്നുമില്ല. നല്ല നല്ല പുളിയുള്ള ലേഖ്യമുണ്ട് ചേച്ചി. ഓ ചേച്ചിയോട് പറഞ്ഞു പോയി കഷ്ടാലത്തിൽ. നമുക്ക് ലേഖ ഇഷ്ടം. നമുക്ക് അരിഷ്ടം. അരിഷ്ടം കാണുമ്പോൾ ചേച്ചിക്കെല്ലാം വെച്ച് കൊണ്ടുവന്നേരം നമ്മള് കാണാൻ കുടിക്കും. അനക്കെല്ലാം അറിഞ്ഞാൽ മതി എന്നോട് കൊടലോട്ട് നമ്മ കുടിക്കാതെ കാണാണ്ട് കട്ടിച്ചു കുടിച്ചിട്ടുണ്ട്. അത് ബാക്കി രേഖച്ചോട് ചോദിച്ചപ്പോ പറഞ്ഞേന് ഡോക്ടർ പറഞ്ഞാ ഡോക്ടർ ഒരു കാര്യം ഞാൻ ചെറിയൊരു നാട്ടു ഡോക്ടറാണ്. അപ്പൊ ഇന്ന് കൊത്തിയരിഞ്ഞ മത്തം കുമ്പളങ്ങ കറിയാന്ന്. എന്നാ പറയാ? അല്ല, പുഴിക്ക്. ഇപ്പൊ ഈ ചൂടിന് അതാ കൊയ്ക്കുണ്ട്. അതെല്ലാം ഇപ്പൊ കുടിച്ചിറങ്ങി. ഇതാ ചേച്ചിയുടെ ട്രിക്കിംഗ് അത് രാവിലെ ചായന്റെ കടിക്ക് അരി പൊങ്ങിച്ചു. അതായത് തരക്കല്ലരി പൊങ്ങിച്ചു. അതേ സാധനത്തില് ഉച്ചക്ക് നമുക്ക് ആ സാധനം കൂടി ആക്കി വെച്ചാല് കുഴിക്കും കഞ്ഞായി. ആ സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് കുറച്ച് തിരക്കുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ ആക്കാന് ഇതുള്ളൂ. എല്ലാരും ചേച്ചി പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇതായാലും കുടിക്കണ്ടേ. അതെല്ലാരും കുടിച്ചു. അതെ, ഓരോ ദിവസം ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ പണിയെടുക്കുക. ചേച്ചിന്റെ സ്പെഷ്യൽ ഉണ്ട് നാളെ സംഭവം. അതറിയില്ല, സസ്പെൻസ് ആണ്. കൊറേ നാളായി അങ്ങനെ ആക്കണം എന്ന് വിചാരിക്കുന്നത്. ആയി കിട്ടുമെന്നറിയില്ല, പേരെന്തായിരുന്നു അറിയില്ല. ഒരു കാര്യമുണ്ട്. സത്യം ആയിക്കിട്ടുള്ള അപ്പൊ എന്ത് മനസ്സിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. നീ അറിയില്ല. ഇല്ല എന്നാണ് സത്യം പറയാ ഉണ്ട്. കൊറേ ദിവസമായിട്ട് നമ്മൾ അങ്ങനെ ആക്കണം വിചാരിച്ചു ഞാനും അതിനു. അപ്പൊ മാമി വന്നിട്ട് ആക്കാന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി കൈ നിന്നിട്ട് ഫുള്ള് അടിക്കുന്ന കേട്ടാ. ഇങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷെ ഉണ്ട്. വിചാരിച്ചാലായി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാനും ചേച്ചിയും കൂടി വയലിൽ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. നാളെ ചേച്ചിയുടെ കിടലം പരിപാടിയാണ്. അപ്പൊ ആ കിടലം പരിപാടിക്ക് നാളെ വരാം. അതെ. അപ്പൊ